മിസ്റ്റർ ചെണ്ടയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. സ്വാഗതം മിസ്റ്റർ ചെണ്ട. അസുരവാദ്യം എന്നാണല്ലോ താങ്കളെ വിശേഷിപ്പിക്കാറുള്ളത്. ജീവിതത്തിലും വില്ലൻ തന്നെയാണ്. ശരിയാണ്, അസുരവാദ്യം എന്ന് ആക്ഷേപിക്കുന്നവർ തന്നെ അത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അസുരവാദ്യം എന്നുള്ളത് ഒരു അഭിമാനമായി താങ്കൾ കാണുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, കൊട്ട് മുഴുവൻ ചെണ്ടയ്ക്ക് കൂലി മുഴുവൻ മാരാർക്ക് എന്ന ഒരു ചൊല്ലുണ്ടല്ലോ. ഇങ്ങനെ കാലാകാലം കൊട്ട് വാങ്ങുന്നതും ഒരു അഭിമാനമായി കരുതുന്നുണ്ടോ താങ്കൾ? താങ്കൾ പറയുന്നു അതിൽ പ്രതിഷേധമുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഈ താങ്കളുടെ സമാന സ്ഥിതിയിലുള്ള മദ്ദളം, മൃദംഗം, തബല തുടങ്ങിയവയൊക്കെ ഒരുമിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിന് എന്തുകൊണ്ടാണ് രൂപം നൽകാത്തത്? വ്യത്യസ്തമായ സ്വഭാവങ്ങളാണല്ലോ താങ്കൾക്ക്. ഇപ്പോൾ ചെണ്ട കൊട്ടി ആൾക്കാരെ പേടിപ്പിച്ചോടിക്കുക, അതുപോലെ തന്നെ പിണങ്ങുമ്പോൾ ചെണ്ട കാട്ടുക എന്നൊക്കെ പറയാറില്ലേ, എന്തുകൊണ്ടാണത്? താങ്കളെ കൊട്ടി അടച്ച് ആക്ഷേപിക്കുന്നതിൽ ഒരു മുഖ്യ പങ്കുള്ളത് ചെണ്ടക്കോലിന് തന്നെയല്ലേ? അല്ല, ഇത് ഞങ്ങൾ പറയുന്നില്ല, നാട്ടുകാർക്ക് തന്നെ കാണാമല്ലോ. ഓക്കെ, അതെല്ലാം പ്രതിയോഗികളുടെ വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് താങ്കൾ പറയുന്നു. വളരെയധികം നന്ദി മിസ്റ്റർ ചെണ്ട ഞങ്ങളോട് പ്രതികരിച്ചതിന്, ഞങ്ങളോട് സഹകരിച്ചതിന്. കോട്ടയം ലാക്കാട്ടൂർ MGM NSSലെ +2 വിദ്യാർത്ഥിയായ അമലാണ് ചെണ്ടയ്ക്ക് വേണ്ടി മറുപടികൾ നൽകിയത്. എൻ്റെ ഒരു മുഹാജിർ.